ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീ ജോസഫ് സി മാത്യു നമ്മളോടൊപ്പം ചേരുകയാണ്. ശ്രീ ജോസഫ് സി മാത്യു, കഴിഞ്ഞ ദിവസം ബോബി ചെമ്മണ്ണൂരിന്റെ കേസുമായി ബന്ധപ്പെട്ട് നമ്മൾ സംസാരിക്കുകയുണ്ടായി. പക്ഷേ ഇപ്പോൾ നോക്കൂ, കോടതി അസാധാരണമായി ഈ കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് നാടകം വേണ്ട എന്ന കൃത്യമായ മുന്നറിയിപ്പ് ബോബി ചെമ്മണ്ണൂർ നൽകുകയാണ്. ഈ നാട്ടിൽ നിയമവ്യവസ്ഥയുണ്ട് എന്ന് കോടതിക്ക് വിളിച്ചു പറയേണ്ടി വരികയാണ്. അതെ അതെ, നമ്മൾ കഴിഞ്ഞ ദിവസം സംസാരിച്ച അതേ കാര്യം തന്നെയാണ് എനിക്ക് വീണ്ടും പറയാനുള്ളത്. ഇത് അങ്ങേയറ്റം ഫ്യൂഡലായിട്ടുള്ള ഒരു വ്യക്തിയുടെ പ്രതികരണമാണ്. അപ്പോൾ എല്ലാ കാര്യത്തിലും ഇതുപോലെ കുറെ ഗിമ്മിക്സുകളിലൂടെയാണ് അദ്ദേഹം എന്നും ഇങ്ങനെ മാധ്യമ ശ്രദ്ധയിലും പൊതുജനങ്ങളുടെ മുന്നിലും എല്ലാം ഒരു വലിയ പ്രമുഖനായി അദ്ദേഹം വിലസിക്കൊണ്ടിരിക്കുന്നത്. ഇതിന് നിന്നു കൊടുക്കുന്ന ഒരു സമീപനം ഇവിടുത്തെ രാഷ്ട്രീയ നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നും നമ്മുടെ സാംസ്കാരിക സിനിമാ മേഖലകളിലുള്ളവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു എന്നുള്ളതാണ് അതിന്റെ പ്രശ്നം. ഒന്നാമത്തെ കാര്യം, ഇദ്ദേഹത്തിന് വേണ്ടിയാണ് അഭിഭാഷകര് കോടതിയിൽ വാദിക്കുന്നത്. സത്യത്തിൽ ആ അഭിഭാഷകരെതിരെ നടപടി എടുക്കേണ്ട ഒരു വിഷയമാണ് ഇദ്ദേഹം ഇന്നലെ ചെയ്തത്. കാരണം തങ്ങളുടെ കക്ഷിക്കില്ലാത്ത ഒരാവശ്യം തെറ്റായി കോടതിയെ അറിയിച്ചു എന്നാണ് ഇപ്പൊ പറയുന്നതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അഭിഭാഷകർ കോടതിയോട് ജാമ്യം റിക്വസ്റ്റ് ചെയ്യുകയും അതിന് 100 കാരണങ്ങൾ നികത്തുകയും എന്നാൽ അത് അനുവദിച്ചു കഴിഞ്ഞപ്പം അദ്ദേഹം എനിക്കത് ആവശ്യമില്ല എന്ന് പറയുകയും ചെയ്യുക വഴി ഈ എൻ്റയർ ജുഡീഷ്യൽ പ്രോസസ്സിനെ തന്നെ, കോടതി നടപടിയെ തന്നെ അവഹേളിക്കുകയാണ് ചെയ്തത്. സ്വന്തം അഭിഭാഷകർ സത്യത്തിൽ വക്കാലത്തൊഴിഞ്ഞു പോകേണ്ടതാണ്. രാമപിള്ള അസോസിയേറ്റ്സ് ഒക്കെ വളരെ സീരിയസ് ആയിട്ട് ആലോചിക്കേണ്ടതാണ്. അവരെ അവഹേളിക്കുന്ന നടപടിയാണ്, മുഴുവൻ നിയമ പ്രക്രിയയെ തന്നെ അവഹേളിക്കുന്ന നടപടിയാണ്. പക്ഷെ ഇദ്ദേഹം ഇങ്ങനെ തന്നെയാണ് ഇവിടെ തുടർന്ന് വന്നുകൊണ്ടിരുന്നത്. അദ്ദേഹത്തിന്റെ വിചാരം ഇത്തരം ചില ഗിമ്മിക്സുകളിലൂടെ ഈ കാര്യങ്ങളെല്ലാം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും, യഥാർത്ഥ വിഷയങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ പറ്റുമെന്നാണ്. അതിൽ അദ്ദേഹം ഇത്ര നാൾ വിജയിച്ചു നിന്നതുകൊണ്ട് അദ്ദേഹത്തെ നമുക്ക് കുറ്റം പറയാനും പറ്റില്ല. അത് നമ്മുടെ ഒരു പൊതുസമൂഹത്തിന്റെ ഒരു പ്രശ്നമായി തന്നെ നിലകൊള്ളും. ശരി, വളരെയധികം നന്ദി ശ്രീ ജോസഫ് സി മാത്യു പ്രതികരിച്ചതിന്. എന്തായാലും കോടതി എത്രത്തോളം ഗൗരവത്തോടുകൂടി, എത്ര കാട്ടിക്കൂട്ടലാണെങ്കിലും കോടതിയുടെ ആ ഒരു ഫ്ലോറിലേക്ക് വരുമ്പോൾ തീർച്ചയായും അത് ഗൗരവത്തോടുകൂടി തന്നെ കാണേണ്ട വിഷയമാണ്. അഭിഭാഷകർക്കടക്കം എന്തെങ്കിലും തരത്തിലുള്ള താക്കീത് നൽകുമോ, അതല്ല കടുത്ത നടപടിയിലേക്ക് പോകുമോ കോടതി എന്നൊക്കെ നമുക്ക് 12 മണിയോടുകൂടി അറിയാൻ കഴിയും.